വിശദമായ വാർത്തയിലേക്ക് കടക്കുകയാണ്. നടയെ ആക്രമിച്ച കേസിൽ പ്രതികൾക്കുള്ള ശിക്ഷാവിധി 3:30 എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കുള്ള ശിക്ഷ വിധിക്കുക. ഒന്നാം പ്രതി പൾസർ സുനി അടക്കമുള്ള പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യം. വിവരങ്ങളുമായി വിനയാണ് ചേരുന്നത്. വിനയ, ഏതായാലും 3:30 ഈ കേസിൽ 8 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ നടിയെ ആക്രമിച്ച കേസിലെ പ്രതികൾക്കുള്ള ശിക്ഷാവിധി വരാൻ പോകുന്നത് 3:30 എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഈ കുറ്റക്കാർക്കുള്ള ശിക്ഷ വിധിക്കാൻ പോകുന്നത്. പ്രതിഭാഗവും പ്രോസിക്യൂഷനും അതോടൊപ്പം തന്നെ പ്രതികളും അടക്കം പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി 3:30 വിധി വരാൻ പോകുന്നത്. എന്താണ് വിധി എന്നതാണ് ഇപ്പോൾ കേരളം നോക്കിക്കാണുന്നത്. എങ്ങനെയാണ് വിനയ വിവരങ്ങൾ? തീർച്ചയായും കേരളക്കര ഒന്നരംഗം ഉറ്റുനോക്കുന്ന ഒരു വിധി, ശിക്ഷാവിധി എന്ന് തന്നെ പറയാൻ സാധിക്കും. രാവിലെ 11 മണിയോടുകൂടി തന്നെ കേസ് പരിഗണിക്കുമെന്നായിരുന്നു ആദ്യം പറഞ്ഞതെങ്കിലും പിന്നീട് അത് മാറ്റുന്ന സാഹചര്യമായിരുന്നു കണ്ടത്. കാരണം മറ്റു കേസുകളടക്കം തന്നെ തനിക്ക് പരിഗണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത് പരിഗണിച്ച ശേഷം ഈ കേസിലേക്ക് വരാം എന്നായിരുന്നു കോടതി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് 11:30 തന്നെ ഈ കേസ് പരിഗണിക്കാൻ തുടങ്ങുന്നു. 11:30 തുടങ്ങി ഏകദേശം 1 മണിക്കൂറോളം നീണ്ടുനിന്ന വാദപ്രതിവാദങ്ങൾ പ്രോസിക്യൂഷൻ ആണെങ്കിലും പ്രതിഭാഗം അഭിഭാഷകരാണെങ്കിലും നടന്ന പ്രതിവാദങ്ങൾ. അതിനുശേഷമാണ് 3:30 ഈ കേസുമായി ബന്ധപ്പെട്ട വിധി പറയുമെന്നാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി എന്താണ് പ്രതികൾക്ക് നൽകുന്ന ശിക്ഷ എന്നാണ് കണ്ടറിയേണ്ടത്. ഈ 1.5 മണിക്കൂറോളം നീണ്ടുനിന്ന വാദപ്രതിവാദങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് ഈ പ്രതികൾ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ, ഈ പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നായിരുന്നു കോടതിയിൽ പ്രോസിക്യൂഷൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത്. ആദ്യം തന്നെ ഈ കോടതി തുടങ്ങുമ്പോൾ തന്നെ ഈ മാധ്യമങ്ങൾക്കടക്കം ഒരു വിമർശനം നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ. അതിനുശേഷമാണ് ഈ പ്രതികൾ ഓരോരുത്തരെ വിളിക്കുന്നു, അവർക്ക് എന്താണ് കോടതിയിൽ പറയാനുള്ളത് എന്ന് ചോദിക്കുന്നു, അവർ ചെയ്ത കുറ്റങ്ങളെ കുറിച്ച് പറയുന്നു, അതിനുശേഷം എന്താണ് പറയാനുള്ളതെന്ന് പറയുന്നു. അപ്പോൾ ഈ 1 മുതൽ 6 വരെയുള്ള പ്രതികളും തങ്ങൾക്ക് ഈ കുടുംബ പശ്ചാത്തലം അല്ലെങ്കിൽ കുടുംബമുണ്ട്, വൃദ്ധയായിട്ടുള്ള അമ്മയാണുള്ളത്, അവരെ നോക്കേണ്ടതുണ്ട്, മക്കളുണ്ട് തുടങ്ങിയ കാര്യങ്ങളടക്കം കോടതിയിൽ വ്യക്തമാക്കുന്നു. പരമാവധി ശിക്ഷയിൽ ഇളവ് നൽകണമെന്നൊരു ആവശ്യവും മുന്നോട്ട് വെക്കുന്നു. രണ്ടാം പ്രതിയായിട്ടുള്ള മാർട്ടിൻ കോടതിയിൽ പൊട്ടിക്കരയുന്ന ഒരു സാഹചര്യമായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പ്രധാനമായും മാർട്ടിൻ ഉന്നയിച്ച കാര്യം തനിക്ക് ഒരു പെറ്റി കേസ് പോലും തന്റെ പേരിലില്ല, ഈ ഇതിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ല, തനിക്ക് ഇളവല്ല വേണ്ടത്, തന്നെ ഇതിൽ നിന്ന് മോചിപ്പിക്കണമെന്നായിരുന്നു മാർട്ടിൻ കോടതിയിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അത്തരത്തിൽ നാടകീയമായിട്ടുള്ള രംഗങ്ങൾക്കായിരുന്നു പിന്നീട് കോടതി സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നത്. പല പ്രതികളും കോടതിയിൽ പൊട്ടിക്കരയുന്ന സാഹചര്യം, പലർക്കും പല ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു, തന്നെ കണ്ണൂരിലെ ജയിലിലേക്ക് മാറ്റണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നു, ഈ വിധി ശിക്ഷയിൽ ഇളവ് വരുത്തണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുന്നു. അത്തരത്തിലായിരുന്നു ഈ പ്രതികളടക്കം തന്നെ കോടതിയിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതിനുശേഷമാണ് പിന്നീട് പ്രോസിക്യൂഷന്റെ വാദം തുടങ്ങുന്നത്. പ്രോസിക്യൂഷൻ പ്രധാനമായും ഉന്നയിക്കുന്ന കാര്യം 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണം, 20 വർഷം ശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യമാണ് ചെയ്തതെന്നായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദം. അതിനെ എതിർക്കുന്ന വാദങ്ങളായിരുന്നു പിന്നീട് പ്രതിഭാഗം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. പ്രതിഭാഗം പ്രധാനമായും ഉന്നയിച്ചത് 1-ാം പ്രതിയായിട്ടുള്ള പൾസസുനി മാത്രമാണ് ബലാത്സംഗത്തിൽ പങ്കെടുത്തിരിക്കുന്നത്. അപ്പോഴെങ്ങനെയാണ് ഈ കൂട്ട ബലാത്സംഗം എന്നൊരു വകുപ്പ് മറ്റു പ്രതികളിലേക്ക് വ്യാപിപ്പിക്കുക? അതുകൊണ്ട് തന്നെ പൾസസുനിക്കും മറ്റു പ്രതികൾക്കുമുള്ള വകുപ്പുകൾ വേറെ. അത്തരത്തിലുള്ള ഒരു കാര്യമായിരുന്നു പ്രധാനമായും ഈ പ്രതിഭാഗം അഭിഭാഷകരടക്കം തന്നെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യം. ഈ പൾസസുനി മാത്രമാണ് ബലാത്സംഗത്തിൽ പങ്കെടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ മറ്റു പ്രതികളെ അല്ലെങ്കിൽ മറ്റു പ്രതികൾക്ക് ആ വകുപ്പ് നിലനിൽക്കില്ല എന്നായിരുന്നു കോടതിയിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതിനടക്കം തന്നെ പിന്നീട് കോടതി ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പ്രോസിക്യൂഷനോടക്കം തന്നെ കോടതി ചോദിക്കുന്നു, ഈ പൾസസുനി മാത്രമാണ് ബലാത്സംഗത്തിൽ പങ്കെടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ മറ്റു പ്രതികളിലേക്ക് ആ വകുപ്പ് എങ്ങനെയാണ് വരിക? പരമാവധി ശിക്ഷ വേണമെന്ന് പ്രോസിക്യൂഷൻ പറയുമ്പോഴും മറ്റു പ്രതികൾ 2 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് എങ്ങനെയാണ് ഈ ഒരു വകുപ്പിൽ വരിക എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത്തരത്തിലുള്ള ഏകദേശം മണിക്കൂറുകളോളം നീണ്ടുനിന്ന ഒരു വാദപ്രതിവാദമായിരുന്നു കോടതിയിലടക്കം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ ഈ ഒന്നാം പ്രതി ചെയ്തത് അത്രത്തോളം നീചമായിട്ടുള്ള ഒരു പ്രവൃത്തി തന്നെയാണ്. ഒരു ഇളവും ശിക്ഷയിൽ ഒരു ഇളവും നൽകില്ല എന്നടക്കമുള്ള കാര്യങ്ങളും കോടതി വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതേസമയം തന്നെ പൾസർ സുനിയുടെ അഭിഭാഷകനാണെങ്കിലും കോടതി
കോടതിയിൽ ഉന്നയിച്ച കാര്യം നടന്നത് ഒരു ബ്രൂട്ടൽ റേപ്പ് അല്ല എന്നായിരുന്നു പ്രതിഭാഗം അഭിഭാഷകനടക്കം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. നിർഭയ കേസിന് സമാനമായിട്ടുള്ള ഒരു സംഭവമല്ല കോടതിയിൽ നടന്നത് എന്നും പ്രതിഭാഗം അഭിഭാഷകൻ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതേസമയം തന്നെ കോടതി പറഞ്ഞ മറ്റൊരു കാര്യം നടി നേരിട്ട അപമാനം അതെല്ലാം തന്നെ പരിഗണിക്കേണ്ടതുണ്ട്. നടിയുടെ അല്ലെങ്കിൽ നടി നേരിട്ട അപമാനം അതിജീവിതയുടെ സാഹചര്യം അടക്കം പരിഗണിക്കണം. അത് പരിഗണിച്ച ശേഷമായിരിക്കും ഈ ഒരു വിധി പറയുക എന്നാണ് കോടതി അടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പൾസർ സുനിയുടെ കാര്യത്തിലാണെങ്കിലും പൾസർ സുനിക്ക് ഇപ്പോൾ ക്രിമിനൽ പശ്ചാത്തലം ഒന്നും തന്നെ ഇല്ല എന്നായിരുന്നു പൾസർ സുനിയുടെ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കിയ കാര്യം. അതേസമയം തന്നെ മുൻപുണ്ടായിരുന്ന 2 കേസുകളിലും പൾസർ സുനിയെ വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നടക്കം തന്നെ കോടതിയിൽ പൾസർ സുനിയുടെ അഭിഭാഷകൻ വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ പ്രധാനമായും പ്രോസിക്യൂഷൻ ഉന്നയിച്ച വാദം നിലവിൽ ഇപ്പോഴും പൾസർ സുനിക്കെതിരെ കേസുണ്ട് എന്നും പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നു. അതേസമയം തന്നെ കോടതിയാണെങ്കിലും ഒരു ചോദ്യം ചോദിച്ചിരുന്നു. കോട്ടയത്തുള്ള മോഷണ കേസിലെ ഇപ്പോഴും പ്രതിയല്ലേ പൾസർ സുനി എന്നൊരു ചോദ്യവും ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പൾസർ സുനിയാണെങ്കിലും കോടതിയിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തനിക്ക് വയസ്സായ ഒരു അമ്മയാണുള്ളത്, അമ്മയ്ക്ക് രോഗമുണ്ട്, അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷയിൽ ഇളവ് നൽകണം. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ 7 വർഷത്തോളം താൻ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ശിക്ഷ വിധിക്കുകയാണെങ്കിൽ തനിക്ക് ഈ ശിക്ഷയിൽ നിന്നും ഇളവ് ലഭിക്കണമെന്നൊരു ഈ 7 വർഷം കുറച്ചുകൊണ്ടുള്ള ഒരു ഇളവ് ലഭിക്കണമെന്നായിരുന്നു പൾസർ സുനി കോടതിയിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ 2ാം പ്രതിയായിട്ടുള്ള മാർട്ടിൻ ആണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ജയിൽ മോചിതനാക്കണം, തനിക്കൊരു പെറ്റി കേസ് പോലും നിലവിലുള്ള, അതുകൊണ്ട് തന്നെ തന്നെ ജയിൽ മോചിതനാക്കണം, ഇളവല്ല അല്ലെങ്കിൽ ശിക്ഷയിൽ ഇളവല്ല വേണ്ടത് എന്നായിരുന്നു മാർട്ടിൻ ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യം. 3ാം പ്രതിയായിട്ടുണ്ടായിരുന്ന 3ാം പ്രതിയും ഈ വീട്ടിലെ സാഹചര്യം അടക്കം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇളവ് തേടിയിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ ഈ 4ാം പ്രതി വിജീഷ് ആണെങ്കിലും ഈ ജഡ്ജിക്കടുത്തേക്ക് പോയി നിന്നായിരുന്നു വിജീഷ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഏറ്റവും കുറഞ്ഞ ശിക്ഷ തനിക്ക് നൽകണം, തലശ്ശേരിയിലാണ് തന്റെ നാടുള്ളത്, അതുകൊണ്ട് തന്നെ തലശ്ശേരിയിലുള്ള ജയിലിലേക്ക് തന്നെ മാറ്റണമെന്നൊരു ആവശ്യവും 4ാം പ്രതിയായിട്ടുള്ള വിജീഷ് ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പ്രധാനമായും ഈ രോഗികളായ മാതാപിതാക്കളുണ്ട്, കുട്ടികളുണ്ട് നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞായിരുന്നു പ്രതികളടക്കം തന്നെ കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷെ ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് 8 വർഷം മുമ്പ് ഈ ഒരു 2017 ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടന്നിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷെ അന്ന് ഈ സംഭവം നടക്കുമ്പോൾ ഒരിക്കൽ പോലും പിടിയിലാകുമെന്ന് വിചാരിച്ചിട്ടുണ്ടാകില്ല. പക്ഷേ പിന്നീട് നടന്നത് നാടകീയമായിട്ടുള്ള സംഭവങ്ങളായിരുന്നു എന്നത് ഈ കേരളക്കര ഒന്നടങ്കം തന്നെ കണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. പ്രധാനമായും ഈ 5ാം പ്രതിയെ വിളിക്കുന്നു. അത്തരത്തിൽ എല്ലാ പ്രതികളാണെങ്കിലും കൃത്യമായിട്ടുള്ള ഈ തന്നെ വെറുതെ വിടണമെന്നൊരു ആവശ്യം തന്നെയായിരുന്നു, ഈ ശിക്ഷയിൽ ഇളവ് വരുത്തണമെന്നൊരു ആവശ്യം തന്നെയായിരുന്നു മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് 20 വർഷത്തിൽ കുറയാതെ ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നു. എല്ലാവർക്കും ഒരേ ശിക്ഷ തന്നെ നൽകണോ എന്ന് കോടതി ഒരു ചോദ്യം ഉന്നയിക്കുന്നു. എന്നാൽ എല്ലാവർക്കും ഒരേ ശിക്ഷ തന്നെ നൽകണം. 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് 20 വർഷത്തിലധികം തന്നെ 20 വർഷം തടവ് നൽകണമെന്നൊരു ആവശ്യമായിരുന്നു പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീടും ആവർത്തിച്ച് കോടതി ചോദിക്കുന്നു, എല്ലാവർക്കും ഒരേ ശിക്ഷ തന്നെ നൽകണോ, എല്ലാവരും ചെയ്ത ശിക്ഷയുടെ കാഠിന്യം ഒന്ന് തന്നെയാണോ, അങ്ങനെയാണെങ്കിൽ അത് തെളിയിക്കാനുള്ള ബാധ്യത തങ്ങൾക്കുണ്ട്, എന്നെ അത് ബോധ്യപ്പെടുത്തണമെന്നൊരു കാര്യം കോടതി ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ബലാത്സംഗം ചെയ്തത് പൾസർ സുനിയാണെങ്കിലും അതിന് സഹായം നൽകിയത് മറ്റു പ്രതികളാണ്. ആ അതിജീവിതയുടെ മാനസികാവസ്ഥ അടക്കം തന്നെ പരിഗണിക്കേണ്ടതുണ്ട്, അവർ നേരിട്ട അപമാനം അടക്കം പരിഗണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രതികൾക്കും 20 വർഷം അല്ലെങ്കിൽ തടവ് ശിക്ഷ തന്നെ നൽകണമെന്നൊരു ആവശ്യമാണ്, ഏറ്റവും കൂടുതലുള്ള ശിക്ഷ തന്നെ നൽകണം എന്നൊരു ആവശ്യമാണ് പ്രോസിക്യൂഷൻ പിന്നീട് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ ഏതായാലും 1.5 മണിക്കൂറോളം നീണ്ടു നിന്ന വാദപ്രതിവാദം, അതിനുശേഷമാണ് കോടതി 3:30 ഈ കേസിൽ വിധി പറയാമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് തന്നെ എന്താണ് ഈ പ്രതികൾക്കുള്ള ശിക്ഷ എന്ന് അറിയാൻ സാധിക്കും. 3:30 ഈ കേസുമായി ബന്ധപ്പെട്ട് വീണ്ടും കോടതി പരിഗണിക്കും. അപ്പോൾ ഈ പ്രതികൾക്കുള്ള ശിക്ഷ എന്താണെന്ന് കോടതി വ്യക്തമാക്കും. അതുതന്നെയാണ് വിനയ. എന്തായാലും ഇപ്പോൾ പ്രോസിക്യൂഷൻ വാദിക്കുന്നത് എല്ലാ പ്രതികൾക്കും ഒരേപോലുള്ള ശിക്ഷ കൊടുക്കണം, കൂട്ട ഉത്തരവാദിത്തമുള്ളത് കൊണ്ട് എല്ലാ പ്രതികൾക്കും ഒരേപോലെയുള്ള ശിക്ഷ കൊടുക്കണം. പ്രത്യേകിച്ച് പൾസർ സുനിയുടെ കാര്യം എടുത്ത് പറയുന്നുണ്ട്. എന്തായാലും കുറഞ്ഞു പോകരുത് ശിക്ഷ എന്നൊരു കാര്യം കൂടി പ്രോസിക്യൂഷൻ വാദിക്കുന്നുണ്ട് എന്നത് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 3:30 ഈ കേസിൽ വിധി പറയാൻ പോകുക. എന്താണ് വിധി എന്നൊരിതിലാണ് ഇരിക്കുന്നത്. ജീവപര്യന്തമാണോ, കഠിന തടവാണോ എന്നൊരു കാര്യത്തിൽ കോടതി എന്താണ് വിധി പറയാൻ പോകുന്നത് എന്നതാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത്. വിവരങ്ങൾ പങ്കുവച്ചത് വിനയ രാജാണ്.